ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം അനശ്വര തിയേറ്ററിലാണ്. ഇവിടെ കഴിഞ്ഞ ദിവസമാണ് അഭിരാജന്റെ സ്വന്തം ഇണങ്ങത്തി എന്ന സിനിമ പ്രദർശനത്തിനെത്തിയത്. ഈ സിനിമയെ പറ്റി അറിഞ്ഞതിനെ തുടർന്ന് ഗാന്ധിനഗർ അസിസി കാരുണ്യ ഭവനിലെയും അതുപോലെ തന്നെ സാന്ത്വനത്തിലെയും അന്തേവാസികൾ ഇന്നിവിടെ ഈ സിനിമ കാണാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കിനി അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരാൻ കാരണം ഞങ്ങൾക്ക് ഇത് സാമൂഹിക സമുദായപരമായിട്ട് നല്ല ഒരു സിനിമയായിട്ടാണ് തോന്നിയതാണ്. ഞങ്ങളുടെ ഈ മക്കളെ ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ അമ്മച്ചിമാരെല്ലാം ഈ സിനിമ കണ്ടെങ്കിൽ അവർക്ക് കുറേയും കൂടി പ്രചോദനം കിട്ടും എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമ വന്ന് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഇവിടെ കാണാൻ വേണ്ടി വന്നത്. ഞങ്ങൾ അസിസി കാരുണ്യ ഭവൻ വാരിമുട്ടം അവിടെയായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇല്ല, ഞങ്ങൾ ഇതുവരെ മുമ്പ് എവിടെയും പോയിട്ടില്ല കാണാനായിട്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങനെ ഒന്നിച്ചു കൂടി ഞങ്ങൾ ഇറങ്ങി വന്നേക്കുന്നത്. സിനിമ ഇഷ്ടപ്പെട്ടു. നിങ്ങള് ഞങ്ങളുടെ കുടുംബജീവിതം പോലെ ഞങ്ങളിന്ന് ഒറ്റപ്പെട്ട പോലെ എത്രയെത്ര കുടുംബങ്ങളാണ് കേരളത്തിൽ ഒറ്റപ്പെടുന്നതും. തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പിക്ചറാണിത്. ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. സുന്ദരമായിട്ട് വലിയൊരു നടനെ ഇത്രയും നാളെ വിളിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു വലിയ കാര്യം. ഇന്നത്തെ സമൂഹത്തില് ഒരു എന്താ പറയാ, ഒരു കാണേണ്ട ഒരു കുടുംബജീവിതമായിട്ടുള്ളൊരു ഇതായിരുന്നു. നല്ല സിനിമയായിരുന്നു, അടിപൊളിയായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. നമ്മുടെ സമൂഹത്തില് പൊതുവെ ഞങ്ങളുടെ ചരിത്രം, ഞങ്ങളുടെ മാത്രം ചരിത്രം, ഞങ്ങളെ പോലെയുള്ള പാവങ്ങളുടെ ചരിത്രം, ഞങ്ങളെ പോലെ അനാഥ മന്ദിരത്തില് ജീവിക്കുന്ന അമ്മമാരുടെ ചരിത്രമാണ്. നമസ്കാരം. ഇപ്പൊ നമുക്ക് സിനിമയെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. എത്ര നാളത്തെ ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഈ ഒരു സിനിമ ഇറക്കാൻ സാധിച്ചത്? ഞാൻ ഈ സിനിമ ഇത് എഴുതിയിരിക്കുന്നത് ഇതിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ്, ശ്രീനിവാസൻ നായർ. അദ്ദേഹമാണ് ഇതിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും എഴുതിയിരിക്കുന്നത്. ശൈലജ ശ്രീനിവാസൻ ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു കഥ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 വർഷത്തിന് മുമ്പാണ് എന്നോട് ഇങ്ങനെ ഒരു കഥ പറഞ്ഞത്. അപ്പം അതിനകത്തൊരു നല്ലൊരു കഥ കേട്ടപ്പോൾ അതിനകത്തൊരു നല്ലൊരു കണ്ടന്റ് ഉണ്ട്, ഒരു രസമുണ്ട്. അപ്പം ഇപ്പോഴത്തെ സമൂഹത്തിലെ ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് മനസ്സിലായി. അപ്പം ഞാൻ ചേട്ടാ കഥ കൊള്ളാം, ഇതൊന്ന് തിരക്കഥയാക്കിയാൽ കുറച്ചുകൂടെ നമുക്ക് ഒന്ന് വൈഡാക്കി കൂടെ. അപ്പം ഞങ്ങളത് പറഞ്ഞപ്പോൾ ചേട്ടനത് എന്നാൽ ഒരു കാര്യം ചെയ്യും, നമുക്കത് തിരക്കഥ ചെയ്ത് സിനിമയായിട്ട് എങ്ങനെ ആയിരിക്കും നമുക്ക് ചെയ്ത് നോക്കാം. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലും ജനങ്ങളുടെ കയ്യിലുമാണ്. അപ്പം ഇങ്ങനൊരു സിനിമ, അതായത് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനാഥാലയത്തിൽ മാത്രമല്ല, വീടുകളിൽ വൃദ്ധരായ ജനങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് പറ്റിയ ഒരു നല്ല സിനിമ ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇത്ര നാളെ അഭിപ്രായം കേട്ടതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ ആദ്യത്തെ ഡയറക്ഷനാണ്. ഈ നിമിഷത്തിൽ എൻ്റെ പ്രൊഡ്യൂസർ ശൈലജ ചേച്ചിയോടും ഇതിൻ്റെ റൈറ്ററും ഇതിൻ്റെ നടനും പ്രധാന നടനുമായ ശ്രീനിചേട്ടനോടും അങ്ങേറ്റം നന്ദി പറയുന്നു. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കാണട്ടെ, ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അഭിരാജന്റെ സ്വന്തം ഇണങ്ങത്തി എന്ന സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. എന്തായാലും വളരെ നല്ല സിനിമയാണെന്നും അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഓരോ അച്ഛനമ്മമാരും വീടുകളിലും അതുപോലെ തന്നെ അനാഥാലയങ്ങളിലും ഒക്കെ അവർ നേരിടുന്ന അവരുടെ അവസ്ഥയെപ്പറ്റിയും ഒക്കെയാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. എല്ലാവരും കാണേണ്ട, ഇന്നത്തെ സമൂഹത്തിലുള്ള എല്ലാവരും കുടുംബത്തോടൊപ്പം എത്തി കാണേണ്ട ഒരു സിനിമയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കോട്ടയത്തു നിന്നും ടീം ജാഗ്രത.